സ്വാഗതം. ഞാൻ ശ്യാം പ്രസാദ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഡിഫറൻസിയേഷന്റെ മറ്റൊരു കൺസെപ്റ്റുമായിട്ടാണ്. അതായത് എന്താണ് ചെയിൻ റൂൾ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ. ഇനി ഈ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് എങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും, ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കാണാൻ പോകുന്നത്. അപ്പൊ ഞാൻ ആദ്യമേ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് ഈ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ അല്ലെങ്കിൽ ചെയിൻ റൂൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ ഡിഫറൻസിയേഷൻ എന്ന കൺസെപ്റ്റിന്റെ ഫണ്ടമെന്റൽ ഫോർമുലാസ് നന്നായി അറിഞ്ഞിരിക്കണം. അപ്പൊ അത് അറിയാത്തവരുണ്ടെങ്കിൽ അത് പോയി മനസ്സിലാക്കി നന്നായി പഠിച്ചു വെക്കുക. അപ്പൊ ആ വീഡിയോ എല്ലാവരും റിപ്പീറ്റ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ എല്ലാ പ്രാവശ്യവും ഓർമ്മിപ്പിക്കുന്ന പോലെ നിങ്ങളെ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു. എല്ലാവരും പെന്നും പേപ്പറും ബുക്കും ഒക്കെ വെച്ച ശേഷം മാത്രം വീഡിയോ കാണുക. ആദ്യം വീഡിയോ പൂർണ്ണമായി ഒന്ന് കാണുക, അതിനുശേഷം വീണ്ടും കണ്ട് മനസ്സിലാക്കി നോട്ട്സ് എഴുതിയെടുക്കുക. അപ്പൊ എല്ലാവരും റെഡി അല്ലേ? നമ്മുടെ ടോപ്പിക്കിലേക്ക് കടന്നാലോ? അപ്പൊ നമ്മൾ എന്താണ് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ എന്നുള്ളതാണ് ആദ്യം പറയുന്നത്. അപ്പൊ അത് മനസ്സിലാക്കിയ ശേഷം എന്താണ് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ എന്ന് പറയും. ആ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂളിനെയാണ് നമ്മൾ ചെയിൻ റൂൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യമായി നോക്കുന്നത് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ എന്താണെന്നാണ്. നമുക്ക് പേര് തന്നെ മനസ്സിലാവും. ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ മറ്റൊരു ഫംഗ്ഷൻ വരുന്നതിനെയാണ് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് നോക്കാം. അതിന്റെ ഡെഫിനേഷൻ ഒന്നും നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട, അത് മനസ്സിലാക്കി പഠിച്ചാൽ മതി. ഇഫ് y ഈക്വൽ ടു എഫ് ഓഫ് യു, അങ്ങനെ പറഞ്ഞാൽ y എന്ന് പറയുന്നത് യുയിൽ വരുന്ന ഒരു ഫംഗ്ഷൻ ആണ് എഫ് ഓഫ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി വേർ യു, അതായത് യു എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആണ്. യു എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? യു എന്ന് പറയുന്നത് മറ്റൊരു ഫംഗ്ഷൻ ആണ് എക്സിൽ വരുന്നത്, അതാണ് അതിന്റെ മീനിങ്. അപ്പൊ എന്താ പറഞ്ഞത്? ഇഫ് y ഈക്വൽ ടു എഫ് ഓഫ് യു വേർ യു ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, then y is said to be a function of a function of x. അങ്ങനെയാണെങ്കിൽ y നെ നമ്മൾ എന്ത് പറയും? ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ ഓഫ് x. x ൽ വരുന്ന ഒരു ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ ആണ്. അപ്പൊ നമുക്ക് ആ എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവും. അപ്പൊ നമ്മള് y ഈക്വൽ ടു എഫ് ഓഫ് യു എന്നെടുത്തതിന് പകരമാണ് ഇവിടെ എന്തെടുക്കുന്ന എക്സാമ്പിൾ y ഈക്വൽ ടു യു ക്യൂബ്. y ഈക്വൽ ടു യു ക്യൂബ്. അപ്പൊ ഇവിടെ ഫംഗ്ഷൻ ആയി വരുന്നത് യു ക്യൂബ് എന്നുള്ളതാണ്. ഇനി യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഇവിടെ എഴുതിയത്? വേർ യു ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1. അപ്പൊ ഇത്രയും വലിയ ഒരു ടേം ആണ് യു എന്ന് പറയുന്നത്. അപ്പൊ ആക്ച്വലി y എന്താണ്? y എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? y ഈക്വൽ ടു യുവിന് പകരം ഇത് കൊടുത്തു, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1, പിന്നെ ഒരു ക്യൂബ് ഉണ്ട്, അതിന്റെ ഹോൾ ക്യൂബ്. അപ്പൊ y എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ ആണ്. ഇവിടെ ഏതൊക്കെയാ ഫംഗ്ഷൻ വരുന്നത്? ഒന്ന് ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ വരുന്നത് ഒരു ഫംഗ്ഷൻ ആണ്, ക്യൂബ് വരുന്നത് അനദർ ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇവിടെ രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ. അതുപോലെ y ഈക്വൽ ടു സൈൻ യു വേർ യു ഈക്വൽ ടു എക്സ് സ്ക്വയർ. അപ്പൊ y എന്തായി? y ഈക്വൽ ടു സൈൻ യുവിന് പകരം എന്ത് കൊടുത്തു? എക്സ് സ്ക്വയർ എന്ന്. അപ്പൊ ഇവിടെ നോക്കിക്കുക, രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. ഒന്ന് സൈൻ എന്നുള്ള ഫംഗ്ഷൻ, അതിന്റെ ഉള്ളിൽ എക്സ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ. അപ്പൊ ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ ഒരു ഫംഗ്ഷൻ, അപ്പൊ എന്താണ്? ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ ആണ്. ഇനി ഇവിടെ നോക്കിയ y ഈക്വൽ ടു കോസ് യു വേർ യു ഈക്വൽ ടു ടാൻ എക്സ്. അപ്പൊ നമ്മൾ y എന്തായി? y ഈക്വൽ ടു കോസ് ഓഫ് യുവിന് പകരം എന്ത് കൊടുത്തു? ടാൻ എക്സ് എന്ന് കൊടുത്തു, കോസ് ഓഫ് ടാൻ എക്സ്. അപ്പൊ കോസിന്റെ ഉള്ളിൽ മറ്റൊരു ഫംഗ്ഷൻ വന്നു. കോസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണ്. അതിനുള്ളിൽ ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ അനദർ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ വന്നു. അപ്പൊ അതൊരു ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇതാണ് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം, ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ മറ്റൊരു ഫംഗ്ഷൻ ആയിട്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഫംഗ്ഷൻസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് അല്ലെങ്കിൽ ആ റൂളാണ് എന്ത്? ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ അല്ലെങ്കിൽ ചെയിൻ റൂൾ എന്ന് പറയുന്നത്. അപ്പൊ അതെന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ലെറ്റ് y ഈക്വൽ ടു എഫ് ഓഫ് യു വേർ യു ഈക്വൽ ടു g ഓഫ് x. ഓക്കെ. ദെൻ നമ്മളെ റൂള് പറയുന്നത് നമുക്ക് dy ബൈ dx ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ dy ബൈ dx ഈക്വൽ ടു, അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം y നെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. y എന്തിലുള്ള ഫംഗ്ഷൻ ആണ്? u യിലുള്ള ഫംഗ്ഷൻ ആണ്. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു u ലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത് ആദ്യം. അതാണ് dy ബൈ du ഇൻടു, നീ u എന്ന് പറഞ്ഞാൽ എന്തിലുള്ള ഫംഗ്ഷൻ ആണ്? x ലുള്ള ഫംഗ്ഷൻ ആണ്. g ഓഫ് x എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഫംഗ്ഷൻ ആണ്. ഈ g എന്ന് ഉദ്ദേശിക്കുന്നത് അനദർ ഫംഗ്ഷൻ ആണ്, അത് x ലുള്ള ഫംഗ്ഷൻ ആണ്. അപ്പൊ അതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പൊ u നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു x, അതാണ് ഇൻടു du ബൈ dx. അപ്പൊ നമുക്ക് dy ബൈ dx കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? y നെ ഡിഫറൻഷിയേറ്റ് ചെയ്തു വിത്ത് റെസ്പെക്ട് ടു u ല്, ഇൻടു u നെ അഗൈൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു x ല്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? ഇവിടെ du ക്യാൻസൽ ചെയ്ത് പോയിട്ട് dy ബൈ dx എന്ന് കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഒരു ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ റൂൾ ഉപയോഗിച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. അതിനുശേഷം ആ റൂള് ഇല്ലാതെ ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പൊ നമുക്ക് ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും റൂൾ ഒന്നും ഉപയോഗിക്കാണ്ട് പഠിക്കാം. അപ്പൊ പിന്നെ നമ്മൾ തുടർന്ന് അങ്ങനെയായിരിക്കും ചെയ്യുക.
അപ്പൊ അതെല്ലാവരും നന്നായി മനസ്സിലാക്കുക. ആദ്യത്തെ ഒരു പ്രോബ്ലത്തിൽ രണ്ട് മെത്തേഡിൽ ഞാൻ പറയും. റൂൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാം, പിന്നെ അത് റൂൾ ഇല്ലാതെ നമുക്ക് എങ്ങനെ നമ്മൾ ഫണ്ടമെന്റൽ ഫോർമുല ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ ഒരു പ്രോബ്ലത്തിലേക്ക് വരാം. ഇത് എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാന്നുള്ളത്. ഇത് ഓരോന്ന് മനസ്സിലാക്കി പോയാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നന്നായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പൊ നമ്മൾ പഠിച്ച ചെയിൻ റൂൾ വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരാം. അതിനുശേഷം ഇത് ചെയിൻ റൂൾ ഇല്ലാതെ എങ്ങനെ നമുക്ക് ഫണ്ടമെന്റൽ ഫോർമുല വെച്ച് ചെയ്യാമെന്ന് നോക്കാം. പിന്നെ നമ്മൾ ചെയ്യുന്ന പ്രോബ്ലംസ് ഒക്കെ ചെയിൻ റൂൾ ഇല്ലാതെ തന്നെ ഫണ്ടമെന്റൽ ഫോർമുലാസ് അപ്ലൈ ചെയ്തുകൊണ്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതായിരിക്കും ഞാൻ പറയുന്നത്. അതാണ് ഈസി മെത്തേഡ്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പം ആദ്യമായിട്ട് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ if y equal to 3x square plus 2x plus 1 all raised to 10 എന്നാണ്. നമ്മളോട് dy by dx അല്ലെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് കാണാനാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ആദ്യം നമുക്ക് തന്നത് എടുത്തെഴുതും. എന്താണ് നമുക്ക് തന്ന കാര്യം? given y equal to 3x square plus 2x plus 1 all raised to 10. അപ്പൊ ഇതിലെ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും u എന്ന് പറയുന്നത്? എന്തായിരിക്കും? നമുക്കൊന്ന് നോക്കിയേ. ഇതിന്റെ ഉള്ളിലുള്ളതാണ് u എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഉള്ളിലുള്ളതാണ് u. അല്ലെങ്കിൽ നമുക്ക് എടുത്തെഴുതി എങ്ങനെ എഴുതാം? u ഈക്വൽ ടു 3x സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 എടുത്ത് എഴുതാം. ഓക്കെ, അപ്പൊ y എന്തായിരിക്കും? y എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? y ഈക്വൽ ടു, ഇതിന് u എന്ന് നമ്മൾ പേര് കൊടുത്തു കഴിഞ്ഞാൽ y എന്തായി മാറും? u റൈസ് ടു 10 ആയി മാറും. u റൈസ് ടു 10 എന്നായി മാറും. അപ്പൊ നമുക്ക് രണ്ട് ഫംഗ്ഷൻസ് കിട്ടി. u എന്ന് പറഞ്ഞാൽ x ലുള്ള ഒരു ഫംഗ്ഷൻ ആണ്, y എന്ന് പറഞ്ഞാൽ u ലുള്ള ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ u നെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ആദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്തിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്? ഇതൊക്കെ x ലുള്ള ഫംഗ്ഷൻ ആണ്. അപ്പൊ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു x ലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. അതായത് du by dx that's equal to d by dx of u എന്ന് പറഞ്ഞാൽ എന്താ അവിടെ ഉള്ളത്? 3x square plus 2x plus 1 ഇത് ഈക്വൽ ടു. അപ്പൊ ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യാനൊക്കെ ഞാൻ പഠിപ്പിച്ചാണ്. അപ്പൊ നമ്മൾ ഇനി എല്ലാ സ്റ്റെപ്പുകളൊന്നും എഴുതുന്നില്ല. നമുക്ക് ഓരോ ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പോകണം. അപ്പൊ ഞാൻ ആ ഓരോ ടേം എന്ന് പറയുന്നത് പ്ലസിന്റെ അപ്പുറം ഇപ്പുറവും വരുന്നതാണ് ടേംസ് എന്ന് പറയുന്നത്. ആദ്യത്തെ ടേം എടുത്തു. അപ്പൊ 3x സ്ക്വയർ ആണ് ആദ്യത്തെ ടേം. അപ്പൊ അതിൽ കോൺസ്റ്റന്റ് ഉണ്ടാവുക. കോൺസ്റ്റന്റ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യം കോൺസ്റ്റന്റ് ഔട്ട്സൈഡ് എടുത്തു. 3 ഔട്ട്സൈഡ് എടുത്തു. ഇൻറ്റു എക്സ് സ്ക്വയർ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എക്സ് റൈസ് ടു n ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്താ വരിക? n ഇൻറ്റു എക്സ് റൈസ് ടു n മൈനസ് 1. അതുപോലെ n ന്റെ സ്ഥാനത്ത് ഇവിടെ 2 ആണ്. അപ്പൊ 2 ഇൻറ്റു എക്സ് റൈസ് ടു 2 മൈനസ് 1 പ്ലസ് അനദർ ടേം എടുത്തു. അതായത് നെക്സ്റ്റ് ടേം അവിടെ 2x ആണ്. കോൺസ്റ്റന്റ് ഉണ്ട് നോക്കുക. എന്താണ്? 2 ആണ്. അപ്പൊ 2 ഔട്ട്സൈഡ് എടുത്തു. ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ വരിക? നമ്മൾ ഫണ്ടമെന്റൽ ഫോർമുലയിൽ എഴുതുന്നതാണ്. എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. പ്ലസ് അഗൈൻ അടുത്ത ടേം 1 ആണ്. 1 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് മാത്രം വന്ന ഡെറിവേറ്റീവ് എന്തായിരിക്കും? 0. അപ്പൊ എന്ത് കിട്ടി നമുക്ക്? 3 into 2 6 x raised to 1 അതായത് 6x പ്ലസ് 2 into 1 എന്ന് പറഞ്ഞാൽ 2. അപ്പൊ ഇതാണ് എന്ത്? du by dx എന്ന് പറയുന്ന ടേം. അപ്പൊ നമുക്ക് du by dx കിട്ടി. ഇനി ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ y നെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പൊ എന്താ വരിക? y എന്ന് പറഞ്ഞാൽ u ലുള്ള ഫംഗ്ഷൻ ആണ്. അപ്പൊ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ dy by du, കാരണം ഇത് u ലുള്ള ഫംഗ്ഷൻ ആയതുകൊണ്ടാണ് വിത്ത് റെസ്പെക്ട് ടു u ല് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ദാറ്റ്സ് ഈക്വൽ ടു അപ്പോൾ d by du ഓഫ് y ക്ക് പകരം u raised to 10 എടുത്തു. u raised to 10. അപ്പോൾ ഇത് x raised to n എന്നുള്ള ഫോർമുലയാണ്. x raised to n ആണെങ്കിൽ n into x raised to n minus 1 ആണ്. അപ്പോൾ അതുപോലെ ഇത് എന്തായിരിക്കും? n ന്റെ സ്ഥാനത്ത് 10 ആണ്. അപ്പോൾ 10 into x ന് പകരം u എന്നാണ്. u raised to 10 minus 1. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി? 10 u raised to 9 കിട്ടി. അതാണ് എന്ത്? dy by du എന്ന് പറയുന്നത്. ഇനി u എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. എന്താണ് u എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? u എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് സ്റ്റാർട്ടിങ് എടുത്തത്? അത് നമ്മൾ അവിടെ റീപ്ലേസ് ചെയ്യണം. u എന്ന് പറഞ്ഞാൽ എന്താ? 3x സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1. അപ്പൊ നമ്മൾ അവിടെ റീപ്ലേസ് ചെയ്ത് കൊടുക്കും. 10 into 3x സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 all raised to 9. കാരണം u ന് പകരം അത് കൊടുത്തു. അത് പവർ അവിടെ കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ ചെയിൻ റൂൾ പ്രകാരം എന്താ പറയുന്നത്? ചെയിൻ റൂൾ പറയുന്നത് dy by dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dy by du, അതായത് y നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു u ല്, ഇൻറ്റു പിന്നെ എന്താ u എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഗൈൻ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അത് x ലുള്ള ഫംഗ്ഷൻ ആയതുകൊണ്ട് du by dx. ഇതാണ് ചെയിൻ റൂൾ പറയുന്നത്. അപ്പൊ അതനുസരിച്ചിട്ട് dy by dx എന്തായിരിക്കും? dy by dx ഈക്വൽ ടു എന്താ? നമുക്ക് dy by du കിട്ടിയത്
10 into 3x square plus 2x plus 1 all raised to 9 into du by dx എന്താ കിട്ടിയത്? du by dx എന്ന് പറഞ്ഞാൽ 6x plus 2. അപ്പോൾ 6x plus 2 അതിൽ രണ്ട് ടേം ഉള്ളതുകൊണ്ട് ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് ചെയിൻ റൂൾ അനുസരിച്ചിട്ടുള്ള ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന മെത്തേഡ്. ഈ 3 സ്റ്റെപ്സ് എഴുതിയിട്ട് വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. പക്ഷെ അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഫണ്ടമെന്റൽ ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ അടുത്ത് പറയാം. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ ആക്ച്വൽ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുന്ന റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെയിൻ റൂൾ ഉപയോഗിച്ചിട്ടുള്ള ഡിഫറൻസിയേഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ എടുത്തിട്ട് ഫണ്ടമെന്റൽ ഫോർമുല ഉപയോഗിച്ച് എങ്ങനെ ഡയറക്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം, നമുക്ക് വളരെ കുറഞ്ഞ സ്റ്റെപ്പ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം, അത് എങ്ങനെയാണെന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ എടുത്തത്. എന്ത്? if y equal to 3x square plus 2x plus 1 all raised to 10 find dy by dx. അപ്പൊ നമ്മുടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം എന്താണോ തന്ന കാര്യം ക്വസ്റ്റ്യനിൽ അത് എടുത്ത് എഴുതുന്നു. എന്താ തന്നത്? given y equal to 3x square plus 2x plus 1 all raised to 10. ഓക്കെ, ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പഠിച്ച ഫണ്ടമെന്റൽ ഫോർമുലയിലെ ഏത് ഫോർമുല ഉപയോഗിച്ചാൽ പറ്റും അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണമെങ്കിൽ ആ ഫോർമുല നല്ല പച്ചവെള്ളം പോലെ നമുക്ക് എപ്പം ചോദിച്ചാലും പറയാൻ പറ്റുന്ന വിധത്തിൽ പഠിച്ചിരിക്കണം. അപ്പൊ ഇത് കണ്ടാൽ ഓർമ്മ വരണമെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി ഫോർമുല എല്ലാവരും നന്നായി പഠിക്കുക. അപ്പൊ ഏത് ഫോർമുല ചെയ്യും? കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ പഠിച്ച ഒരു ഫോർമുലയാണ് dy by dx അല്ലെങ്കിൽ d by dx of x raised to n. x raised to n ന്റെ ഡെറിവേറ്റീവ് എന്താ? n x raised to n minus 1. ഇതാണ് നമ്മൾ പഠിച്ച ഫസ്റ്റ് ഫോർമുല എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്ക് dy by dx എങ്ങനെ എഴുതാം? dy by dx equal to ഇവിടെ x raised to n ആണ്. ആ x ന് പകരം ഇവിടെ എന്താ തന്നത്? ആ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ളത് എന്താണോ അതാണ് x ന് പകരം ഇവിടെ ഉള്ളത്. ഓക്കെ, n ന്റെ സ്ഥാനത്ത് ഇവിടെ എന്താ ഉള്ളത്? 10 ആണ്. അപ്പൊ നമുക്ക് ഈ ഫോർമുല ഉപയോഗിച്ച് ഇതിനെ എങ്ങനെ എഴുതാം? 10 into x എന്നാണ് ഇവിടെ എഴുതുന്നത്. ഇവിടെ x ആയപ്പോൾ ഇവിടെ x. അപ്പോൾ x ന്റെ സ്ഥാനത്ത് ഇവിടെ എന്താ ഉള്ളത്? 3x square plus 2x plus 1 10 minus 1 എന്ന് എഴുതണം. 10 minus 1. പക്ഷേ ഇത് ഇവിടെ വെച്ച് നിർത്താൻ പാടില്ല. കാരണം ഇവിടെ x ആയതുകൊണ്ടാണ് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തത്. ഇവിടെ x ന് പകരം എന്താ ഇവിടെ ഉള്ളത്? ഇത്രയും വലിയൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ആ ഉള്ളിൽ x ന് പകരം തന്ന ആ ഫംഗ്ഷൻ എന്താണോ അതിന്റെ ഡെറിവേറ്റീവും കൂടി കാണണം. അപ്പൊ എന്ത് വരും? d by dx of ആ ഫംഗ്ഷൻ എന്താ ഇവിടെ? 3x square plus 2x plus 1. അപ്പൊ x ന് പകരം എന്താണോ അവിടെ തന്നത് അതിന്റെ ഡെറിവേറ്റീവ് കൂടി കാണാം. അതായത് ചെയിൻ ആയിട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പോകുന്നത് കൊണ്ടാണ് അതിനെ ചെയിൻ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 10 into 3x square plus 2x plus 1 all raised to 9. The 10 minus 1 9. ഇനി ഇതിന്റെ ഡെറിവേറ്റീവ് കാണണം. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് കാണാൻ ഞാൻ നേരത്തെ പഠിപ്പിച്ചാണ്. ആദ്യത്തെ ഒരു ടേം മാത്രം എടുത്തു, അതിന്റെ കോൺസ്റ്റന്റ് 3 ആണ്. 3 into x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ആണ്. ഇതേ ഫോർമുല തന്നെയാണ് ഉപയോഗിക്കുക. x raised to n ന്റെ ഡെറിവേറ്റീവ്. അപ്പൊ 2 into x raised to 2 minus 1 പ്ലസ് അടുത്ത ടേം എടുത്തു, അതിന്റെ കോൺസ്റ്റന്റ് 2 ആണ്. 2 ഔട്ട്സൈഡ് എടുത്തു. ഇനി x ന്റെ ഡെറിവേറ്റീവ് കാണണം, അത് 1 ആണ്. പ്ലസ് 1 എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0. അപ്പൊ എന്ത് കിട്ടി? നമ്മുടെ ആൻസർ ആയി 10 into 3x square plus 2x plus 1 all raised to 9 into 3 into 2 6x 2 minus 1 എന്നാ x raised to 1 വരും, അതാണ് 6x plus 2 into 1 എന്നാ 2 plus 0 എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടി. നേരത്തെ കിട്ടിയ അതേ ആൻസർ തന്നെ. 10 into 3x square plus 2x plus 1 all raised to 9 into 6x plus 2. അപ്പോൾ നോക്കിക്കേ, എത്രയോ സ്റ്റെപ്പ് കുറവാണ്. അപ്പൊ ഈ ഒരു മെത്തേഡ് ഫണ്ടമെന്റൽ ഫോർമുല ആയിട്ട് കമ്പയർ ചെയ്തിട്ട് ചെയ്യുന്ന ഈ മെത്തേഡ് അറിഞ്ഞിരുന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ ഇനി തുടർന്നുള്ള പ്രോബ്ലത്തിലൊക്കെ ഈ മെത്തേഡിലൂടെ ആയിരിക്കും നമ്മൾ പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലം ഏതാന്ന് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം തന്നെയാണ്. അപ്പൊ നമ്മൾ ഫണ്ടമെന്റൽ ഫോർമുല ആയിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? if y equal to root of 4x square plus 3x plus 2 find dy by dx. അപ്പൊ ഇതെങ്ങനെയൊക്കെ കാണുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും, പക്ഷെ അത് വളരെ സിമ്പിൾ ആണ് കാര്യം. അപ്പൊ ഇത് ഏത് ഫോർമുല ആയിട്ടായിരിക്കും നമ്മൾ കമ്പയർ ചെയ്യാം? അപ്പൊ നമ്മൾ തന്ന കാര്യം എടുത്ത് എഴുതി. എന്താ നമുക്ക് തന്നത്? given y equal to root of 4x square plus 3x plus 2 ഇതാണ് നമുക്ക് തന്നത്.
അപ്പൊ നമ്മൾ ഏതായിട്ടായിരിക്കും കമ്പയർ ചെയ്യുക? ഇവിടെ റൂട്ട് കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ പഠിച്ച ഫണ്ടമെന്റൽ ഫോർമുല ഏതാണ്? നമുക്കറിയാം. എന്താണ്? d by dx of root x. root x ന്റെ ഡെറിവേറ്റീവ് എന്താ ഞാൻ പഠിപ്പിച്ചത്? 1 by 2 root x. 1 by 2 root x. അപ്പോൾ ഈ ഫോർമുലയാണ് നമ്മൾ മനസ്സിലേക്ക് അപ്പോൾ പെട്ടെന്ന് കടന്നു വരുന്നത്. എന്നാലേ നമുക്കത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്കിത് ആയിട്ട് കമ്പയർ ചെയ്തിട്ട് ഇതിന്റെ ഡെറിവേറ്റീവ് കാണാൻ പോവാണ്. dy by dx equal to d by dx of root of y എന്ന് പറഞ്ഞാൽ എന്താണ്? 4x square plus 3x plus 2. ഓക്കെ, ഈ എങ്ങനെയാണ് അതിന്റെ സ്റ്റെപ്പ് എഴുതേണ്ടത്? ഇവിടെ റൂട്ട് എക്സ് ആയപ്പോൾ 1 by 2 root x എന്നാണ്. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് എന്താ ഇവിടെ ഉള്ളത്? 4x square plus 3x plus 2 എന്നുള്ള വലിയൊരു ഫംഗ്ഷൻ ആണുള്ളത്. അപ്പൊ ഇതേപോലെ തന്നെയാണ് എഴുതേണ്ടത്. അപ്പൊ എങ്ങനെ എഴുതും? എക്സ് ആയപ്പോഴുള്ള അതേപോലെ തന്നെ 1 by 2 റൂട്ട്, ഇവിടെ എക്സ് എഴുതി വെക്കരുത്. എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ എന്താ ഉള്ളത്? 4x square plus 3x plus 2. ഇനി ഇവിടെ വെച്ച് നിർത്താൻ പാടില്ല. കാരണം എന്തുകൊണ്ടാണ്? എക്സിന്റെ സ്ഥാനത്ത് ഒരു ഫംഗ്ഷൻ ആണല്ലോ വലിയ, ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ്. അപ്പൊ ഇൻറ്റു d by dx of, അവിടെ എക്സിന് പകരം എന്താ ഉള്ളത്? 4x square plus 3x plus 2. ഇനി അടുത്ത സ്റ്റെപ്പിൽ 1 by 2 root of 4x square plus 3x plus 2 into, ഇനി ഇതിന്റെ ഡെറിവേറ്റീവ് ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞാണ് ആദ്യത്തെ ടേം എടുത്തു, അതിന്റെ കോൺസ്റ്റന്റ് 4 ആണ്. 4 into x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ x raised to n എന്നുള്ള ഫോർമുല. x raised to n ന്റെ ഡെറിവേറ്റീവ് എന്താ? n into x raised to n minus 1. n ന്റെ സ്ഥാനത്ത് 2 ആണ്. അപ്പൊ എന്ത് വരും? 2 into x raised to 2 minus 1 പ്ലസ് അടുത്ത ടേം എടുത്തു, അതിൽ കോൺസ്റ്റന്റ് 3 ആണ്. 3 ഔട്ട്സൈഡ് എടുത്തു ഇൻറ്റു, പിന്നെ x ന്റെ ഡെറിവേറ്റീവ് ആണ്. x ന്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് അടുത്ത ടേം ആണ് 2 ആണ്. അത് കോൺസ്റ്റന്റ് മാത്രമാണ്. ഒരു കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0 ആണ്. അപ്പൊ ഇൻറ്റു അല്ല പ്ലസ് 0 പ്ലസ് 0. ഓക്കെ, അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ എന്താവും? 1 by 2 root of 4x square plus 3x plus 2 into, ഇത് 4 into 2 8 x raised to 1 കിട്ടും. അതായത് 8x. ഇനി x raised to 1 എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. പ്ലസ് 3 into 1 3, 0 എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മുടെ ആൻസർ എന്തായി? 1 by 2 root of 4x square plus 3x plus 2 into 8x plus 3. ഇതാണ് നമ്മുടെ ഇതിന്റെ ഡെറിവേറ്റീവ്. വളരെ സിമ്പിൾ ആണ്. ഇത്രയേ ഉള്ളൂ കാര്യം. ചെയിൻ റൂൾ ആണ്, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പം നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ പ്രോബ്ലം നമ്മൾ റൂട്ട് ഉള്ളത് കണ്ടു. ഇനി വരുന്ന പ്രോബ്ലത്തിൽ റൂട്ട് ഉള്ളതാണ്. ഈ റൂട്ട് വരുന്ന പ്രോബ്ലം വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും വളരെ കെയർഫുൾ ആയി പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്താണ്? If y equal to 1 by root of 2x plus 6, find dy by dx. അപ്പൊ ഇവിടെ റൂട്ട് വരുന്നുണ്ട്, പക്ഷെ എവിടെയാണ് വരുന്നത്? ഡിനോമിനേറ്ററിലാണ് വരുന്നത്. അത് ശ്രദ്ധിക്കണം. അപ്പൊ ന്യൂമറേറ്ററിൽ വരുന്ന പോലെ അല്ല ചെയ്യേണ്ടത്, വ്യത്യാസമുണ്ട്. നമ്മൾ കണ്ടതാണ്. ഫണ്ടമെന്റൽ ഫോർമുല ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമ്മൾ റൂട്ട് ഡിനോമിനേറ്ററിൽ വന്ന് എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുള്ളത് കണ്ടതാണ്. ആ മെത്തേഡിലാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് തന്ന കാര്യം എന്താണ്? ഗിവൺ y equal to 1 by root of 2x plus 6. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്നത് d by dx of 1 by root x വന്നപ്പോൾ നമ്മൾ എങ്ങനെയാണോ ചെയ്തത് അതുപോലെയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നേ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത്? x raised to 1 by 2 എന്നുള്ളതാണ് റൂട്ട് എക്സ് എന്ന് പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞതാണ്. അറിയാത്തവരുണ്ടെങ്കിൽ വീണ്ടും അത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരണം. അപ്പൊ d by dx of 1 by x raised to 1 by 2, അതാണ് റൂട്ട് എക്സ് എന്നുള്ളത്. റൂട്ട് എക്സ് താഴെയാണ്, അതുകൊണ്ടാണ് ഇവിടെ x raised to 1 by 2 എന്നുള്ളത്. ഇനി അത് ചെയ്യേണ്ടത് d by dx of ഈ x raised to 1 by 2 നമ്മൾ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരണം. അപ്പൊ എന്താവും? x raised to minus 1 by 2 എന്നാവും. അതിന്റെ പവർ മൈനസ് ആയി മാറും. പ്ലസ് ആണെങ്കിൽ മൈനസ് ആവും, മൈനസ് ആണെങ്കിൽ പ്ലസ് ആവും. അപ്പൊ ഇതിനെ ഡിഫറൻഷിയേറ്റ് എങ്ങനെയാ ചെയ്യാ? നമ്മള് ആ രീതിയിലാണ് ഇത് ചെയ്യേണ്ടത്. അപ്പൊ എന്താ ചെയ്യാ? നമ്മൾ ചെയ്യുമ്പോ x raised to n നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന അതേ മെത്തേഡിലാണ് ചെയ്യാറ്. അപ്പൊ എന്താ വരിക? n into n എന്ന് പറഞ്ഞാൽ minus 1 by 2 into x raised to n minus 1. n എന്ന് പറഞ്ഞാൽ minus 1 by 2 ആണ്. അപ്പൊ minus 1 by 2 minus 1. അപ്പൊ എന്ത് വരും? minus 1 by 2 x raised to, ഇവിടെ LC എടുക്കണം. 1 എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിൽ 1 ഉണ്ടാവും.
ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം 1 into 1 എന്നാൽ 1 തന്നെയാണ്, ഇവിടെ മൈനസ് ഉള്ളത് -1. ഇനി 2 into -1 എന്നാൽ -2 ഡിവൈഡഡ് ബൈ 2 into താഴെയുള്ള 1 മൾട്ടിപ്ലൈ ചെയ്താൽ 2 തന്നെ കിട്ടും. അപ്പൊ എന്ത് കിട്ടി? -1/2 x raised to -3/2. ഇതാണ് ഡെറിവേറ്റീവ്. ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞാണ്, പക്ഷെ ഞാൻ ഒന്നുകൂടി പലർക്കും അറിയാത്തതുണ്ടാവും, അവർക്ക് മനസ്സിലാവാനാണ് ഇത് വീണ്ടും ചെയ്ത് കാണിച്ചത്. ആ മെത്തേഡിൽ ഇത് ചെയ്യുമ്പോൾ എങ്ങനെയാ വരിക? നമ്മൾ dy/dx ആണ് കാണുന്നത്. അപ്പൊ d/dx ഓഫ് 1/√2x + 6. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് d/dx ഓഫ് 1/2x + 6 ആ റൂട്ടിനെ നമ്മൾ എന്താക്കണം? all raised to 1/2 ആക്കി. ഇനി ഈ 1/2 എന്നുള്ളത് വരുന്നത് ഡിനോമിനേറ്ററിലാണ്, അതിനെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരണം. അപ്പൊ എന്താ? d/dx ഓഫ് 2x + 6 all raised to -1/2 എന്നാവും. അതിനെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവന്നു. ഇനി നമ്മൾ x raised to n ന്റെ ഡെറിവേറ്റീവ് കാണുന്ന ഫോർമുല അപ്ലൈ ചെയ്യണം. x ന്റെ സ്ഥാനത്ത് 2x + 6 ആണ്, n ന്റെ സ്ഥാനത്ത് -1/2 ആണ്. അപ്പൊ എങ്ങനെയാണ് നമ്മളെ ഫോർമുല വരിക? n into, അതായത് -1/2 into x എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? 2x + 6. അപ്പോൾ 2x + 6 all raised to n - 1 ആണ്. അപ്പോൾ -1/2 - 1 ഇവിടെ വെച്ച് നിർത്താൻ പാടില്ല. ഇവിടെയൊക്കെ വെച്ച് നിർത്തുന്നത് എന്താണ്? ഇത് വേറെ x ആയതുകൊണ്ട് ഇവിടെ x ന് പകരം എന്താണ്? 2x + 6 ആണ്. അപ്പോൾ അതിന്റെ ഡെറിവേറ്റീവ് ആണ് d/dx ഓഫ് 2x + 6. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ -1/2 into 2x + 6 all raised to, ഞാൻ ഇവിടെ ചെയ്ത് കാണിച്ചതാണ്, -1/2 - 1 പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോൾവ് ചെയ്താൽ -3/2 കിട്ടുന്നുള്ളത്. അതേപോലെ തന്നെയാണ് ഇത് ഇവിടെ സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? -3/2 into, ഇനി ഇതിന്റെ ഡെറിവേറ്റീവ് ആണ്. ഡെറിവേറ്റീവ് എങ്ങനെയാണ്? ആദ്യം കോൺസ്റ്റന്റ് എടുത്തു, ഒരു ഫംഗ്ഷനും കോൺസ്റ്റന്റും കൂടി വന്നാൽ കോൺസ്റ്റന്റ് പുറത്തെടുത്തു, ഇൻറ്റു x ന്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് 6 എന്ന് പറഞ്ഞാൽ വെറും കോൺസ്റ്റന്റ് ആണ്, കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0. ഓക്കെ, അപ്പൊ 2 into 1 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും? 2 തന്നെയായിരിക്കും. 2 + 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? 2 തന്നെയാണ്. അപ്പൊ ആ 2 ഇവിടെ ഉള്ള 1/2 തമ്മിൽ എന്തായിരിക്കും? ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ പിന്നെ ഈ ടേമില് ഇവിടെ എന്തായിരിക്കും? 1 ആയി മാറിയിട്ടുണ്ടാവും. അപ്പൊ 1 into -1 എന്ന് പറഞ്ഞാൽ -1 തന്നെയാണ് കിട്ടുക. അത് -1 എന്ന് വേണം എഴുതാം, അല്ലെങ്കിൽ വെറും മൈനസ് എന്ന് എഴുതാം. ഇൻറ്റു 2x + 6 all raised to -3/2. ഇതാണ് നമ്മുടെ ഡെറിവേറ്റീവ് വരും. അപ്പൊ അത് ഒന്നുകൂടി ഞാൻ പറയുന്നത് എങ്ങനെയാണ്? 2 into 1 എന്ന് പറഞ്ഞാൽ 2 എന്ന് കിട്ടും. 2 + 0 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 2 തന്നെയാണ്. ഇതൊക്കെ മൾട്ടിപ്ലൈ ചെയ്യാനാണ്. അപ്പൊ ഡിനോമിനേറ്ററിലുള്ള 2 ന്യൂമറേറ്ററിലുള്ള 2 ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ ഇവിടെ ഉണ്ടാവും ഒരു 1 ഉണ്ടാവും, ക്യാൻസൽ ചെയ്താൽ ഇവിടെ ഒരു -1 ഉണ്ടാവും. 1 into -1 എന്ന് പറഞ്ഞാൽ -1 കിട്ടും. അപ്പൊ 1ന് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല, അപ്പൊ മൈനസ് തന്നെ കൊടുത്തു. പിന്നെ 2x + 6 all raised to -3/2 എന്നുള്ള ടേം. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ട്? വളരെ സിമ്പിൾ ആണ്. അപ്പൊ എല്ലാവരും നന്നായി പഠിച്ചു വെക്കുക. റൂട്ട് വരുന്നത് പ്രത്യേകം ശ്രദ്ധ എടുത്ത് പഠിക്കുക. ഡിനോമിനേറ്ററിലെ റൂട്ട് വരുന്നത് വരാം, ന്യൂമറേറ്ററിലെ റൂട്ട് വരുന്നതും വരാം. അപ്പൊ എവിടെയാണ് റൂട്ട് വരുന്നത് അതിനനുസരിച്ച് വേണം പ്രോബ്ലം ചെയ്യാൻ. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലം എന്താണെന്ന് നോക്കാം. വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ ചെയിൻ റൂൾ എല്ലാവർക്കും ഒരുവിധ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? If y equal to sin of 3x + 4, find dy/dx. അപ്പൊ നമുക്ക് തന്ന കാര്യം എന്താ അവിടെ? അത് ആദ്യം എടുത്ത് എഴുതാം. Given y equal to sin of 3x + 4. അപ്പൊ നമുക്ക് ഇത് ഫണ്ടമെന്റൽ ഫോർമുല ആയിട്ട് കമ്പയർ ചെയ്യണം. എന്താണ് നമ്മൾ ഫണ്ടമെന്റൽ ഫോർമുല പഠിച്ചത്? d/dx ഓഫ് sin x പഠിച്ചിട്ടുണ്ട്. എന്താ sin x ന്റെ ഡെറിവേറ്റീവ്? എന്താ? cos x. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഫണ്ടമെന്റൽ ഫോർമുല പഠിച്ചവർക്കൊക്കെ അറിയാം. അപ്പൊ ഈ ഒരു മെത്തേഡിലാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്താ വരിക? dy/dx equal to d/dx ഓഫ് sin of 3x + 4 അതിന്റെ ഡെറിവേറ്റീവ് ആണ് കാണുന്നത്. അപ്പൊ ഇത് ചെയ്ത് അതേപോലെ sin x ആകുമ്പോൾ എന്താ വരിക? cos x എന്നാണ് വരിക. sin x ആകുമ്പോൾ x ന് പകരം ഇവിടെ എന്താ ഉള്ളത്? അപ്പൊ അതാണ് ഇവിടെ എഴുതേണ്ടത്, cos of 3x + 4. ഇനി ഇവിടെ നിർത്താൻ പാടുമോ? ഇവിടെ നിർത്തിയത് x ആയതുകൊണ്ടാണ്. ഇവിടെ ഇൻറ്റു x ന്റെ സ്ഥാനത്ത് എന്താണോ ഉള്ളത് അതിന്റെ ഡെറിവേറ്റീവ് ആണ്. അപ്പൊ ഇവിടെ ഉള്ള എന്താ? 3x + 4. That's equal to cos of 3x + 4 into
ആദ്യത്തെ ടേമിന്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ 3 ആണ് കോൺസ്റ്റന്റ് ഔട്ട്സൈഡ് എടുത്തു ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ് പ്ലസ് 4 ന്റെ ഡെറിവേറ്റീവ് 4 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ് കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0. അപ്പൊ 3 into 1 എന്ന് പറഞ്ഞാൽ 3 പ്ലസ് 0 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് 3 തന്നെ കിട്ടും. അപ്പൊ എന്ത് കിട്ടും 3 എന്നുള്ള നമ്പർ നമ്മൾ ആദ്യം എഴുതി 3. ബാക്കി എന്താ അവിടെ ഉള്ളത് 3 cos of 3x plus 4. അപ്പോൾ ഇതാണ് ഡെറിവേറ്റീവ്. വളരെ സിമ്പിൾ ആണ്. പക്ഷെ ഇത് ഫണ്ടമെന്റൽ ഫോർമുല അറിയണം എന്നാലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഡെറിവേറ്റീവ് ചെയ്യാൻ നോക്കുക. കുറച്ച് വ്യത്യാസമുണ്ട്. ഇവിടെ എത്ര ഫംഗ്ഷൻസ് ഉണ്ട് എന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. നമ്മൾ ഇതുവരെ ചെയ്തപ്പോൾ ഒക്കെ എക്സിന് പകരം വേറെ ഒരു ഫംഗ്ഷൻ വരുന്നത്, അങ്ങനെ അതായത് മാക്സിമം 2 ഫംഗ്ഷൻസ് ആയിരുന്നു. അതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടി അധികം ഡെറിവേറ്റീവ് ചെയ്യായിരുന്നു. ഇവിടെയോ അതാണ് തിരിച്ചറിയേണ്ടത്. ഇവിടെ എത്ര ഫംഗ്ഷൻസ് ഉണ്ട് നമുക്ക് തന്ന കാര്യം എന്താ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, ഇഫ് y equal to sin square 5x find dy by dx. അപ്പോൾ നമുക്ക് തന്നത് y എന്ന് പറഞ്ഞ കാര്യമാണ്, ഫംഗ്ഷൻ ആണ്. അതായത് given y equal to sin square 5x. ഇത് നമ്മൾ എടുത്ത് എഴുതി കഴിഞ്ഞാൽ ആദ്യം ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഇതിൽ എത്ര ഫംഗ്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഏറ്റവും പുറത്ത് വരുന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സ്ക്വയർ ആണ്. സ്ക്വയർ ഒരു ഫംഗ്ഷൻ. ആ സ്ക്വയറിന്റെ ഉള്ളിൽ വരുന്ന ഫംഗ്ഷൻ ആണ് സൈൻ എന്നുള്ളത്. സൈനിന്റെ ഉള്ളിലാണ് ഇത് വരുന്നത് 5x. അപ്പൊ അവിടെ എത്ര ഫംഗ്ഷൻ ഉണ്ട്? 3 എണ്ണം ഉണ്ട്. ഒന്ന് സ്ക്വയർ, ഒന്ന് സൈന്, പിന്നെ 5x. ഇങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയാൽ മാത്രമാണ് നമുക്ക് പെട്ടെന്ന് ഡെറിവേറ്റീവ് ചെയ്യാൻ പറ്റുക. അപ്പൊ നമ്മളിത് എത്ര പ്രാവശ്യം ഡെറിവേറ്റീവ് ചെയ്യേണ്ടി വരും? ഇനി ആദ്യം ഏത് ഫംഗ്ഷനാണ് ഡെറിവേറ്റീവ് ചെയ്യേണ്ടത്? ഏറ്റവും പുറത്ത് വരുന്ന ഫംഗ്ഷൻ ആണ് ആദ്യം ഡെറിവേറ്റീവ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മള് ഏതൊക്കെ ഡെറിവേറ്റീവ് കാണാനുള്ള ഉപയോഗിക്കണം? സ്ക്വയർ വരുന്നത് കൊണ്ട് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഉപയോഗിക്കുക d by dx of x raised to n. എന്താ? n into x raised to n minus 1. ഈ ഫോർമുല ഉപയോഗിക്കണം. പിന്നെ അവിടെ സൈൻ വരുന്നുണ്ട്. അപ്പൊ d by dx of sin x എന്താ? നമുക്ക് sin x cos x, അത് നമുക്കറിയാം. ഇത് ഉപയോഗിക്കണം. ഓക്കെ, പിന്നെ അടുത്തത് 5x ആണ്. അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഡെറിവേറ്റീവ് കാണാം, അതുകൊണ്ടാണ് ഞാൻ അത് എഴുതാത്തത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാ വരിക. dy by dx ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ സ്ക്വയർ വരുന്നുണ്ട്. എക്സ് സ്ക്വയർ എന്നൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ എക്സ് റേസ്റ്റ് n എന്നൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താ n into x raised to n minus 1 ആണ്. അപ്പൊ ഇവിടെ എന്ത് എഴുതാം? 2 into എക്സിന് പകരം sin 5x എന്നാണ്. അപ്പൊ sin 5x 2 into sin 5x. അവിടെ നിർത്താൻ പാടുമോ? പാടില്ല. ഇവിടെ x ആയതുകൊണ്ടാണ് അവിടെ സ്റ്റോപ്പ് ചെയ്തത്. അപ്പൊ ഇവിടെ x ന് പകരം എന്താ ഉള്ളത്? sin 5x എന്നാണ്. അപ്പൊ നമ്മൾ എന്താണ് അതിന്റെ ഡെറിവേറ്റീവ് ആണ് d by dx of sin 5x. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ 2 into sin 5x into ഇതെങ്ങനെ ഡെറിവേറ്റ് ചെയ്യും? നമ്മളിവിടെ sin x ആണ് ഡെറിവേറ്റീവ്, എന്താണ്? cos x എന്നാണ്. പക്ഷെ x ന് പകരം ഇവിടെ എന്താണ്? 5x എന്നാണ് ഉള്ളത്. അപ്പൊ sin 5x ന്റെ ഡെറിവേറ്റീവ് എങ്ങനെ കാണണം? sin അതിന്റെ ഡെറിവേറ്റീവ് cos എന്നായി മാറി. ഇനി x ന് പകരം ഇവിടെ എന്താ ഉള്ളത്? അതാണ് 5x ആണ്. അപ്പൊ cos 5x എന്ന് എഴുതി. ഇനി ഇവിടെ നിർത്താൻ പാടുമോ? പാടില്ല. ഇവിടെ x അല്ല ഉള്ളത്, 5x എന്നാണുള്ളത്. അപ്പൊ ഇൻറ്റു d by dx of 5x. x ന് പകരം എന്താണുള്ളത്? അതിന്റെ ഡെറിവേറ്റീവ്. ഓക്കെ, അപ്പൊ എന്ത് വന്നു? 2 sin 5x ഇൻറ്റു cos 5x ഇൻറ്റു, ഇനി ഇവിടെ എന്തുണ്ട്? കോൺസ്റ്റന്റ് ഉണ്ട്, ഇൻറ്റു ഒരു ഫംഗ്ഷൻ ആണ്. അപ്പൊ ആ കോൺസ്റ്റന്റ് പുറത്തെടുത്തു 5 ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. ഓക്കെ, അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ എന്ത് എഴുതാം? 2 sin 5x cos 5x ഇൻറ്റു 5 ഇൻറ്റു 1 എന്ന 5. അപ്പൊ നമുക്ക് ഇവിടെ പഠിച്ച ഒരു ഫോർമുല ഓർമ്മയാണ്. എന്താ ഫോർമുല? sin 2 തീറ്റ എന്ന് പറഞ്ഞാൽ ഞാൻ പഠിപ്പിച്ചാണ്. sin 2 തീറ്റ അല്ലെങ്കിൽ sin 2x. എന്താ sin 2 തീറ്റ? 2 sin തീറ്റ cos തീറ്റ. നമ്മള് മൾട്ടിപ്പിൾ ആംഗിൾ എന്നുള്ള ഭാഗത്ത് പഠിച്ചാണ്. മൾട്ടിപ്പിൾ ആംഗിൾ, സബ് മൾട്ടിപ്പിൾ ആംഗിൾ ഒക്കെ ഞാൻ പഠിപ്പിച്ചപ്പോൾ അവിടെ പറഞ്ഞതാണ് sin 2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 sin x cos x, അല്ലെങ്കിൽ sin 2 തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 sin തീറ്റ cos തീറ്റ. അങ്ങനെയാണ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടാവുക. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ 2 sin 5x cos 5x എന്നുണ്ട്. 5 ഇപ്പൊ നമ്മൾ നോക്കണ്ട. അപ്പൊ ഇത് ഈ സൈഡിലുള്ള അതേപോലെ തന്നെ തീറ്റയ്ക്ക് പകരം ഇവിടെ 5x എന്നാണെന്നുള്ളത്. അപ്പൊ ഈ സൈഡില് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള രൂപത്തിലേക്ക് തന്നെ മാറ്റണം. അപ്പൊ എന്ത് വരും? sin 2 into തീറ്റ എന്നാണ്. തീറ്റയുടെ സ്ഥാനത്ത് ഇവിടെ നോക്കിയിട്ടാണ് നമ്മൾ തീറ്റ എന്താ കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ എന്താ തീറ്റയുടെ സ്ഥാനത്ത് 5x ഇൻറ്റു ഒരു 5 ഉണ്ട്.
ഇൻറ്റു ഒരു 5. ഇത്രയും ടേമാണ് ഇങ്ങനെ ചുരുങ്ങി മാറിയത്. അപ്പൊ എന്ത് വന്നു? സൈൻ 2 × 5 എന്ന് പറഞ്ഞാൽ 10x ഇൻറ്റു 5. ഈ 5 ഒരിക്കലും ഇതിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത്, ഇത് ആംഗിൾ ആണ്, ആംഗിളിനെ മൾട്ടിപ്ലൈ ചെയ്യാനല്ല പറയുന്നത്, അത് മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ എഴുതാം? 5 ഇൻറ്റു സൈൻ 10x, 5 ഇൻറ്റു സൈൻ 10x. അപ്പൊ ഇത്രയും സിമ്പിൾ ആണ് കാര്യം. പക്ഷെ ഇവിടെ 3 ഫംഗ്ഷൻ ഉണ്ട് എന്ന് ഐഡന്റിഫൈ ആണ്. അപ്പൊ 3 പ്രാവശ്യം ഡെറിവേറ്റീവ് കാണുന്നുണ്ട്. ആ കാര്യം അറിഞ്ഞിരുന്നാലേ ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ടില്ല. നമ്മുടെ നെക്സ്റ്റ് പാർട്ടിൽ, അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ കണ്ടിന്യൂഷൻ ചെയ്യും. ചെയിൻ റൂൾ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്യും. ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? ഇഫ് y equal to root of cosec 2x find dy by dx. അപ്പോൾ ഇവിടെ നമുക്ക് തന്ന കാര്യം എന്താണ്? അത് ആദ്യം എടുത്ത് എഴുതുക. എന്താ? given y equal to root of cosec 2x. അപ്പോൾ ഇത് എത്ര പ്രാവശ്യം ഡെറിവേറ്റീവ് കാണണം എന്ന് അറിയണമെങ്കിൽ നമ്മൾ ഇതിൽ എത്ര ഫംഗ്ഷൻ ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യണം. എത്ര ഫംഗ്ഷൻസ് ഉണ്ട്? പെട്ടെന്ന് പറയരുത്, നമ്മൾ ശ്രദ്ധിച്ചിട്ട് പറയാം. ഏതൊക്കെയാ? ഒന്ന് റൂട്ട് എന്നുള്ളത് ഒരു ഫംഗ്ഷൻ ആണ്, റൂട്ട് എന്ന് എഴുതും. ഇനി അതിന്റെ ഉള്ളിൽ കൊസീക്ക് എന്ന് പറയുന്ന അനദർ ഫംഗ്ഷൻ ആണ്. ആ കൊസീക്കിന്റെ ഉള്ളിൽ വരുന്ന ഫംഗ്ഷൻ ആണ് എന്ത്? 2x. അപ്പൊ 3 ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പൊ 3 പ്രാവശ്യം ഡെറിവേറ്റീവ് കാണണം. അപ്പൊ ഏതൊക്കെ ഡെറിവേറ്റീവിന്റെ ഫണ്ടമെന്റൽ ഫോർമുല നമ്മൾ അറിഞ്ഞിരിക്കണം? ഒന്നാമത്തെ d/dx ഓഫ് റൂട്ട് എക്സ്. റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/2 റൂട്ട് എക്സ്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? d/dx ഓഫ് cosec x. cosec x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? അത് അറിഞ്ഞിരിക്കണം. എന്താ cosec x ന്റെ ഡെറിവേറ്റീവ്? c വെച്ച് തുടങ്ങുമ്പോൾ മൈനസ് ഉണ്ടാവും. cosec x ന്റെ ഡെറിവേറ്റീവ് cosec x cot x. cosec x into cot x. ഇത്രയും കാര്യം അറിഞ്ഞിരിക്കണം. 2x ന്റെ ഡെറിവേറ്റീവ് നമുക്ക് വളരെ എളുപ്പത്തിൽ കാണാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അതിന് ഫോർമുല ഒന്നും വേണമെന്നില്ല. അപ്പോൾ ഈ 2 ഫോർമുല നല്ലോണം അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് നോക്കിക്കുക എങ്ങനെയാ ചെയ്യാം? dy/dx നമ്മൾ കാണാൻ പോവാണ്. അതായത് d/dx ഓഫ് y എന്ന് പറഞ്ഞാൽ എന്താ തന്നത്? റൂട്ട് ഓഫ് cosec 2x. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാ? ആദ്യം ഏറ്റവും പുറത്ത് വരുന്ന ഫംഗ്ഷൻ ആണ് നോക്കേണ്ടത്, റൂട്ടാണ്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതണം? റൂട്ട് എക്സ് ആണെങ്കിൽ 1/2 റൂട്ട് എക്സ് എന്നാണ്. അപ്പൊ ഇവിടെ റൂട്ട് ഓഫ് ഇതുകൊണ്ട് 1/2 റൂട്ട് എക്സ് എന്ന് എഴുതി വെക്കരുത്. ഇവിടെ എക്സ് ആയതുകൊണ്ടാണ് ഇവിടെ എക്സ് എന്ന് എഴുതി. ഇവിടെ എക്സിന് പകരം എന്താ? cosec 2x. അപ്പൊ cosec 2x ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. കാരണം എന്താണ്? എക്സിന് പകരം cosec 2x എന്നാണ്. അപ്പൊ നമ്മള് cosec 2x ന്റെ ഡെറിവേറ്റീവ് ആണ്. cosec 2x ന്റെ ഡെറിവേറ്റീവ്. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പില് 1/2 റൂട്ട് ഓഫ് cosec 2x ഇൻറ്റു, ഇനി cosec x ന്റെ ഡെറിവേറ്റീവ് കാണാൻ അറിയുന്നതൊക്കെ നമുക്ക് cosec 2x ന്റെ ഡെറിവേറ്റീവ് കാണാൻ പറ്റുള്ളൂ. അപ്പൊ cosec x എന്താ? മൈനസ് cosec x cot x എന്നാണ്. അപ്പൊ ഇൻറ്റു മൈനസ് cosec x ന് പകരം എന്താ? 2x ഇൻറ്റു cot 2x. അപ്പൊ x ന് പകരം 2x ആയതുകൊണ്ട് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. ഇനി എന്ത് കാണണം? d/dx ഓഫ് വീണ്ടും ഡെറിവേറ്റീവ് ആണ്. എന്തിന്റെ? 2x ന്റെ ഡെറിവേറ്റീവ് ആണ്. x ന്റെ സ്ഥാനത്ത് എന്താ അവിടെ ഉള്ളത്? 2x എന്നാണ്. ഇവിടെ x ആയതുകൊണ്ടാണ് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തത്. അപ്പൊ 2x ന്റെ ഡെറിവേറ്റീവ് വേണ്ടുന്നുണ്ട്. അപ്പൊ എന്തായി? അടുത്ത സ്റ്റെപ്പില് 1/2 റൂട്ട് ഓഫ് cosec 2x ഇൻറ്റു മൈനസ് cosec 2x ഇൻറ്റു cot 2x ഇൻറ്റു, ഇനി ഇതിന്റെ ഡെറിവേറ്റീവ് എങ്ങനെയാണ്? 2 into x എന്നാണ്. കോൺസ്റ്റന്റ് ഔട്ട്സൈഡ് എടുത്തു, 2 ഔട്ട്സൈഡ് എടുത്തു. ഇൻറ്റു x ന്റെ ഡെറിവേറ്റീവ് 1. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ? ഇതൊക്കെ ഇൻറ്റു ചെയ്യാനാണ്. അപ്പൊ ഇവിടെ ഡിനോമിനേറ്ററിലുള്ള 2ഉം ന്യൂമറേറ്ററിലുള്ള 2ഉം ക്യാൻസൽ ചെയ്ത് പോയി. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. അത് ഞാൻ ഇവിടെ പറഞ്ഞുതരാം. ഇപ്പൊ x എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് ആണ് x എന്ന് പറയുന്നത്. ഞാൻ പഠിപ്പിച്ചാണ്, അത് ഓർമ്മ ഉണ്ടാവണം. പണ്ട് നമ്മള് പഠിച്ചാണ് പ്രോബ്ലം ചെയ്യുമ്പോൾ. അപ്പൊ അതുപോലെ ഇവിടെ നമുക്ക് ഇത് വെട്ടി ചെറുതാക്കാൻ വേണ്ടി നമ്മൾ ഇതിനെ എന്താക്കുന്നു? 1/2 നമ്മൾ ക്യാൻസൽ ചെയ്തുകൊണ്ട് ഇവിടെ റൂട്ട് cosec 2x ഇൻറ്റു മൈനസ്, ഇവിടെ റൂട്ട് cosec 2x എന്ന് കാണുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ cosec 2x നമുക്ക് എന്ത് ചെയ്താ? റൂട്ട് cosec 2x ഇൻറ്റു റൂട്ട്
കൊസീക്ക് 2x എന്നൊക്കെ. അതാക്കാനുള്ള കാരണം റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അതുപോലെ കൊസീക്ക് 2x എന്ന് പറഞ്ഞാൽ റൂട്ട് കൊസീക്ക് 2x ഇൻറ്റു റൂട്ട് കൊസീക്ക് 2x ആണ്. ഇൻറ്റു കോട്ട് 2x ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ തന്നെ അപ്പോൾ 1 എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏതൊക്കെ ക്യാൻസൽ ചെയ്തു പോകും? ഇവിടെ ഉള്ള കൊസീക്ക് റൂട്ട് കൊസീക്ക് 2x ഇവിടെ ഉള്ള ഒരു റൂട്ട് കൊസീക്ക് 2x ക്യാൻസൽ ചെയ്ത് പോയി. ഇനി 1 ഇൻറ്റു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് വരിക. അപ്പോൾ 1 അവിടെ പ്രാധാന്യമൊന്നുമില്ല. പക്ഷെ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ആ മൈനസ് കൊടുക്കണം. മൈനസ് പിന്നെ എന്താ ഉണ്ടാവുക? റൂട്ട് കൊസീക്ക് 2x റൂട്ട് കൊസീക്ക് 2x ഇൻറ്റു കോട്ട് 2x ഇൻറ്റു കോട്ട് 2x. ഇതാണ് നമ്മുടെ ഡെറിവേറ്റീവ്. അപ്പോൾ ഇത് നന്നായി ചെറുതാക്കാനും നന്നായി പഠിച്ചിരിക്കണം. അതുപോലെ ഡെറിവേറ്റീവിന്റെ ഫണ്ടമെന്റൽ ഫോർമുല നന്നായി അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഫണ്ടമെന്റൽ ഫോർമുല അറിയാത്തവര് അത് നന്നായി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ചെയിൻ റൂള് അല്ലെങ്കിൽ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആദ്യമായി നിങ്ങൾ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ എന്താണെന്നാണ് പഠിച്ചത്. അതിനുശേഷം അതെങ്ങനെ ഡെറിവേറ്റീവ് കാണുന്നു പഠിച്ചു. അപ്പോൾ അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അപ്പോൾ അതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് കണ്ടത്. ഇതിലുപരി ആയിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവരും അതിനായി കാത്തിരിക്കുക. അതുപോലെ ഞാൻ ഒരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഈ ചെയിൻ റൂൾ നന്നായി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഫണ്ടമെന്റൽ ഫോർമുലാസ് നന്നായി പഠിച്ചിരിക്കണം. അപ്പോൾ ഫണ്ടമെന്റൽ ഫോർമുലാസ് വീണ്ടും എടുത്ത് പഠിക്കുക. അത് എല്ലാ ദിവസവും നമ്മൾ വീണ്ടും വീണ്ടും ഉരുവിട്ട് പഠിച്ച് ഉറപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് ഒന്ന് പകർന്നു നൽകുക. അപ്പോൾ നമുക്ക് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി ഉടനെ കണ്ടുമുട്ടാം. അതുവരേക്കും സൈനിങ് ഓഫ്, ശ്യാം പ്രസാദ്.